ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 6th, 7th, 8th സ്റ്റാൻഡേർഡിലെ CBSEക്കുള്ള ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിലരൊക്കെ എടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുതിർന്നവർക്ക് വേണ്ടി എന്തെങ്കിലും എടുക്കാമോ എന്ന്. അങ്ങനെ ആണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഉപനിഷത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണെന്ന് അല്ലേ. എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ? വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം, വേദസ്യ ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അർത്ഥം? പണ്ട് മഹർഷി വര്യന്മാർ വേദങ്ങളിൽ നിന്നും ആർജിച്ച സമാഹരിച്ച അല്ലെങ്കിൽ അനുഭവിച്ച വസ്തുതകളെ ആധാരമാക്കി ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നതാണ് ഈ ഉപനിഷത്തുകൾ. പക്ഷെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? ഉപ എന്ന് പറഞ്ഞാൽ സമീപം, അടുത്ത്, നിഷത്ത് ഇരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അടുത്തിരുന്ന് ഗുരുവിൻ്റെ സമീപത്ത് ഇരുന്ന് ബ്രഹ്മജ്ഞാനം മനസ്സിലാക്കുന്നു, അറിയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉപനിഷത്ത് എന്നുള്ള അർത്ഥം വന്നത്. അറിയാം നിങ്ങൾക്കെല്ലാം. പണ്ട് ഗുരുവിൻ്റെ ഗുരുകുലത്ത് താമസിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അഭ്യസിച്ചുകൊണ്ടിരുന്നത് അല്ലേ, ഗുരുവിൻ്റെ സമീപം. അപ്പോൾ അങ്ങനെയുള്ള 108 ഉപനിഷത്തുകളാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ശാന്തി മന്ത്രമാണ്. അതായത് കഠോപനിഷത്തിൽ നിന്ന് എടുത്ത് 108 ഉപനിഷത്താണ് ആകെ ഉള്ളത്. അതിലൊരു 10 ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ കഠോപനിഷത്തിൽ നിന്നെടുത്ത ഒരു ശാന്തി മന്ത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ശാന്തി മന്ത്രമാണ്, അതായത് കഠോപനിഷത്തിലെ ശാന്തി മന്ത്രം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ആ ശാന്തി മന്ത്രം. ഇനി നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓം സഹ നൗ അവതു ആണ്. നാവവതു, നൗ പ്ലസ് അവതു, സഹ നൗ പുനക്തു സഹ വീര്യം കരവാവഹൈ. ഇത് ഒറ്റ വേർഡാണ്, കരവാവഹൈ. തേജസ്വി ന അവധീതമസ്തു, തേജസ്വി നൗ അധീതമസ്തു ആണ്. തേജസ്വി ന അവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഇവിടെ വിദ്വിഷാവഹി ഒറ്റ വേർഡ്, മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഓം എന്നൊരു വാക്ക് കണ്ടു അല്ലേ. ഓം എന്താണത്? പരബ്രഹ്മം. അതായത് വേദങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥനയോ അതുപോലെ പുണ്യകർമ്മങ്ങളോ തുടങ്ങുന്നതിന് മുമ്പ് ഉച്ചരിക്കുന്ന പുണ്യശബ്ദമാണ് ഓം. ഓങ്കാരം എന്ന് കേട്ടിട്ടില്ലേ? ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണവ മന്ത്രം. അതായത് ആരംഭം എന്നുള്ള അർത്ഥത്തിൽ ആരംഭത്തെ കാണിക്കുന്നതാണ്. അതിനകത്ത് ആദ്യം പറഞ്ഞു ഓം സഹനവതു. ഓം നൗ എന്നൊരു വാക്ക് വന്നു. നൗ എന്ന് സംസ്കൃതം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കെല്ലാം മനസ്സിലാവും. അസ്മത് ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതിൽ പല വിഭക്തികളുണ്ട്, 7 വിഭക്തി. അതിൽ ദ്വിതീയ വിഭക്തിയിൽ വരുന്നതാണ്. നൗ എന്നത് ദ്വിവചനമാണ്, ദ്വിതീയ ദ്വിവചന. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മേ, എന്നുള്ള പ്രത്യയമാണ് അവിടെ വരുന്നത്. അപ്പോൾ നൗ നമ്മേ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് വന്നു. അതാരൊക്കെയാണ് ഈ 2 പേര്? ഗുരുവും ശിഷ്യനും, ഗുരുവിനെയും ശിഷ്യനെയും എന്നുള്ള അർത്ഥത്തിൽ. സഹ എന്ന് വെച്ചാൽ ഒന്നിച്ച്. സഹ നൗ പുനക്തു അല്ല, ആദ്യം പറഞ്ഞ അവതു ആണ്. അവതു എന്താണ്? രക്ഷിക്കട്ടെ. ആരെയൊക്കെയാണ് രക്ഷിക്കേണ്ടേ? ഗുരുവിനെയും ശിഷ്യനെയും. ആദ്യം പറഞ്ഞ അതാണ്. ഓം സഹനാവതു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേർ ഗുരുവും ശിഷ്യനെയും രക്ഷിക്കട്ടെ. പിന്നെ പറഞ്ഞു സഹനൗ ഭുനക്തു. അവിടെ നൗ വന്നു. നമ്മളെ അല്ലെങ്കിൽ നമ്മെ ഒന്നിച്ച്. സഹ ഒന്നിച്ച്. ഭുനക്തു എന്ന് പറഞ്ഞാൽ എന്താ? ഭുനക്തു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമാറാകട്ടെ. എന്തനുഭവിക്കുമാറാകട്ടെ? ഒന്നിച്ച് ഈ ബ്രഹ്മതത്വം അനുഭവിക്കുമാറാകട്ടെ. നമ്മൾ എന്താ അവിടെ അഭ്യസിക്കുന്നത്? ബ്രഹ്മതത്വമാണ്. പരമാത്മാവിനെ സംബന്ധിച്ചതാണ് ഈ ബ്രഹ്മതത്വം എന്ന് പറയുന്നത്. പരമാത്മാവിനെ സംബന്ധിക്കുന്നതാണ് ഈ ബ്രഹ്മതത്വം. ഈ ബ്രഹ്മതത്വം ഒന്നിച്ച് അനുഭവിക്കുമാറാകട്ടെ. പിന്നെ സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹേ. അതുപോലെ വീര്യം എന്ന് പറഞ്ഞാൽ എന്താ? വീര്യത്തോടെ, നമ്മൾ ആ വീര്യത്തോടെ കരവാവഹൈ എന്നുള്ളത് നമ്മൾ സംസ്കൃതം പഠിച്ചവർക്കറിയാം. ഉത്തമ പുരുഷ ദ്വിവചനമാണ്.
അഹം ആവാം വയം, ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹം ആവാം ഞങ്ങൾ രണ്ടുപേരെയും കരവാവഹൈ നമ്മൾ ഒന്നിച്ച് പ്രയത്നിക്കാം എന്നുള്ള, പ്രയത്നിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മതത്വം അഭ്യസിക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ആത്മസാക്ഷാത്കാരം കിട്ടും. ആത്മസാക്ഷാത്കാരത്തിനായി സാമർഥ്യത്തോടെ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രയത്നിക്കാം എന്ന് പറയുകയാണ്. പിന്നെ കരവാവഹി തേജസ്വിന അവധീതമസ്തു അവധീതമസ്തു എന്നാണ്. നൗ പ്ലസ് അധീതമാണ് നാവധീതം. അതായത് അധീതം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യയനം ചെയ്താൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പഠിച്ചത്? ബ്രഹ്മവിദ്യ അല്ലേ? ബ്രഹ്മവിദ്യയല്ലേ പഠിച്ചത്? അപ്പോൾ നമ്മൾ അധ്യയനം ചെയ്ത ആ ബ്രഹ്മവിദ്യ തേജസ്വി അസ്തു, തേജസ്സുള്ളതായി തീരട്ടെ. അത് കഴിഞ്ഞിട്ട് മാ വിദ്യുഷാവഹേ, അവിടെയും വിദ്യുഷാവഹേ ഉത്തമപുരുഷ ദ്വിവചനം വന്നു. മാ വിദ്യുഷാവഹേ, മാ എന്ന് പറഞ്ഞാൽ അല്ല നെഗറ്റീവായിട്ട് കാണിക്കുകയാണ്. മാ വിദ്യുഷാവഹേ, വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. ആർക്ക്? നമുക്ക് അന്യോന്യം. ആരാണ് നമുക്ക് നമ്മൾ അന്യോന്യം? ഗുരുവും ശിഷ്യനും. അവർക്ക് രണ്ടുപേർക്കും വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം പറഞ്ഞു 3 ശാന്തി മന്ത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓം ശാന്തി എന്ന് 3 തരത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ 3 തരത്തിലുള്ള വിഘ്നങ്ങളും ശമിപ്പിച്ചാലും എന്ന് പറയുകയാണ്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള വിഘ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓം ശാന്തി എന്നുള്ളത് ആധിദൈവികമാണ്. എന്താണ് ഈ ആധിദൈവികം എന്ന് പറഞ്ഞാൽ? ഇപ്പം നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കും ജീവിതത്തിൽ, ദൈവത്തെ അനുസരിച്ച് സംഭവിക്കാം. വിധി, അതാണ് വിധി എന്ന് പറയുന്നത്. അപ്പം വിധിവശാൽ സംഭവിക്കുന്നില്ലേ? അപ്പോൾ ആ വിധിവശാൽ സംഭവിക്കുന്നതിന് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സംഭവിക്കാതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ആധിദൈവികം കഴിഞ്ഞു ആധിഭൗതികമാണ്. അതെന്താണ് ആധിഭൗതികം? ഭൗതികം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാം. മൃഗങ്ങൾ നിമിത്തോ, യന്ത്രങ്ങൾ നിമിത്തോ, വാഹനങ്ങൾ നിമിത്തോ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റുപാട് നിന്ന് പലതും ഉണ്ടാകാം. അങ്ങനെയുള്ളതെല്ലാം അല്ലാത്തതിനും വിഘ്നങ്ങൾ ഉണ്ടാക്കട്ടെ. അതായത് അതിനെല്ലാം മാറ്റി നിർത്തട്ടെ, അതിനെല്ലാം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. രണ്ടാമത്തത്. അപ്പം മൂന്നാമത്തെ വരുമ്പോൾ എന്താ? ആധ്യാത്മികം. മൂന്നാമത്തെ ശാന്തി മന്ത്രം ആധ്യാത്മികമാണ്. അതെന്താണ്? ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ സംബന്ധിക്കുന്നതാണ്. അതാണ് ഭഗവാന്റെ കൃപ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അവനവനിൽ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അവനവനിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോട്ടെ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒന്നാണ്. അപ്പം ഈ 3 തരത്തിലുള്ള, ഒന്നാമത്തത് ആധിദൈവികം, രണ്ടാമത്തത് ആധിഭൗതികം, മൂന്നാമത്തെ ആധ്യാത്മികം. ഇപ്പം ഈ 3 തരത്തിലുള്ള വിഘ്നങ്ങളും ശമിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും അങ്ങനെയല്ലേ? പ്രാർത്ഥനയല്ലേ? ഇപ്പം 3 വിധത്തിലുള്ള ഉപദ്രവങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ ഈ 3 പ്രാവശ്യം ശാന്തി മന്ത്രം പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഇത് നിർത്തുകയാണ്. അടുത്ത ദിവസം വേറൊരു ശാന്തി മന്ത്രവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.